ദ ജേർണലിസ്റ്റിലേക്ക് ഇസ്രായേൽ സർക്കാരിൻ്റെ നെതന്യാഹുവിൻ്റെ തീരുമാനങ്ങൾക്കെതിരെ ഹമാസിൻ്റെ നിലപാടുകൾ അംഗീകരിച്ചുകൊണ്ട് 5 ലക്ഷത്തോളം ഇസ്രായേലികൾ ഇസ്രായേലിൻ്റെ മണ്ണിൽ പ്രധാനപ്പെട്ട നഗരങ്ങളിൽ അതിശക്തമായ പ്രക്ഷോഭങ്ങളുമായി രംഗത്തിറങ്ങിയിരിക്കുകയാണ്. ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ തെറ്റ് മുഴുവൻ ഇസ്രായേൽ ഭരണകൂടത്തിൻ്റെ ഭാഗത്താണെന്നും വെടിനിർത്തൽ കരാർ ഉൾപ്പെടെയുള്ള സമാധാന ശ്രമങ്ങൾക്ക് തുരങ്കം വയ്ക്കുന്നത് നെതന്യാഹു മാത്രമാണെന്നും ഉറക്കെ പറഞ്ഞുകൊണ്ടാണ് ടെൽ-അവീവ് ഉൾപ്പെടെയുള്ള നഗരങ്ങളിൽ ജനങ്ങൾ പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയിരിക്കുന്നത്. അതൊരു പ്രതിഷേധം എന്നതിനപ്പുറം ഹമാസിന്റെ നിലപാടുകളോടുള്ള പിന്തുണ കൂടിയാണ് എന്ന ഞെട്ടിക്കുന്ന സത്യമാണ് ലോകം ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. കാരണം കഴിഞ്ഞയാഴ്ച ടെൽ-അവീവിൽ അല്ലെങ്കിൽ ഇസ്രായേൽ നഗരത്തിൽ വലിയ പ്രതിഷേധങ്ങളും തുടർന്ന് പ്രധാനപ്പെട്ട തൊഴിലാളി സംഘടനയുടെ നേതൃത്വത്തിൽ പണിമുടക്കും നടന്നപ്പോൾ നെതന്യാഹു പറഞ്ഞത് ഹമാസിന്റെ നിലപാടുകളെയാണ് നിങ്ങൾ പിന്തുണയ്ക്കുന്നത് എന്നായിരുന്നു. ആ വാക്കുകൾ കടമെടുത്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആ ജനങ്ങൾ, ഇസ്രായേലിലെ ജനങ്ങൾ, ജൂത സമൂഹം തെരുവിലിറങ്ങി ശക്തമായി ഇസ്രായേൽ ഭരണകൂടത്തിനെതിരെ പ്രതിഷേധിക്കുമ്പോൾ നെതന്യാഹു മുമ്പ് പറഞ്ഞ വാക്കുകൾ ആവർത്തിക്കപ്പെടുകയാണ്. അതായത് ഹമാസിനെ പിന്തുണയ്ക്കുകയാണ് ആ ജനങ്ങൾ. ഹമാസിനെ പിന്തുണയ്ക്കുക എന്ന് പറഞ്ഞാൽ ഹമാസ് മുന്നോട്ട് വയ്ക്കുന്ന യുദ്ധവുമായി ബന്ധപ്പെട്ട നിലപാടിനെ, അല്ലെങ്കിൽ ഹമാസ് കഴിഞ്ഞ കുറെ കാലങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതേ കാര്യം ആവർത്തിക്കുകയാണ് ഇസ്രായേലിലെ ജനങ്ങൾ ചെയ്യുന്നത് എന്നതാണ് ഇപ്പോൾ വ്യക്തമാകുന്ന കാര്യം. കഴിഞ്ഞ ദിവസം നടന്ന പ്രതിഷേധത്തിൽ ടെൽ-അവീവ് നഗരത്തിൽ മാത്രം 5 ലക്ഷത്തിലധികം ഇസ്രായേലികൾ പങ്കെടുത്തു ഭരണകൂടത്തിനെതിരായ പ്രതിഷേധത്തിൽ എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതിന്റെ ചിത്രങ്ങളും വീഡിയോകളും വാർത്തകളും ഒക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പറന്നു നടക്കുകയാണ്. കാരണം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇസ്രായേലിന്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ് ഈ യുദ്ധം, അല്ലെങ്കിൽ ഇസ്രായേലിന്റെ സംരക്ഷണത്തിന് വേണ്ടിയാണ് ഈ യുദ്ധം, ഹമാസിനെ തീർക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ബന്ദികളുടെ ജീവൻ പോലും കൊലയ്ക്ക് കൊടുത്തുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ആക്രമണ പരമ്പര ഇസ്രായേലിന് തന്നെയാണ് ദോഷം ചെയ്യുന്നത് എന്ന് ഇപ്പോൾ ജനങ്ങൾ തിരിച്ചറിയുകയാണ്. അതായത് നെതന്യാഹു പറഞ്ഞ ഇസ്രായേലിന്റെ സംരക്ഷണമാണ് ഈ യുദ്ധത്തിന്റെ ലക്ഷ്യമെന്ന വാദമൊക്കെ ഇസ്രായേലിലെ ജനങ്ങൾ എടുത്ത് വലിച്ചെറിയുകയാണ്. എന്ന് മാത്രമല്ല, ഹമാസ് തുടക്കം മുതൽ ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് പറയുന്ന കാര്യം എന്താണ്? അത് സമ്പൂർണമായ വെടിനിർത്തൽ, അതായത് ഗസയിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പൂർണ്ണമായി പിന്മാറൽ, അതല്ലാതെ മറ്റൊരു മാർഗമില്ല ഈ അവസ്ഥ പരിഹരിക്കാൻ, അല്ലെങ്കിൽ ഈ ആക്രമണവും പ്രത്യാക്രമണവും പോരാട്ടവും ഇല്ലാതാക്കാൻ എന്നാണ് ഹമാസ് ആദ്യം മുതൽ പറയുന്നത്. ഈ കഴിഞ്ഞ വെടിനിർത്തൽ ചർച്ചകളിലൊക്കെ ഹമാസ് പങ്കെടുക്കാതിരുന്നതും അത് ബഹിഷ്കരിച്ചതും ഒക്കെ ഇതേ നിലപാട് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടായിരുന്നു. അതായത് ഇസ്രായേൽ യുദ്ധത്തിൽ നിന്ന് പിന്മാറാതെ, ഇസ്രായേൽ സൈന്യം ഗസയിൽ നിന്ന് പിന്മാറാതെ, റഫയിലും ഖാൻ യൂനിസിലും ഈ പറയുന്ന ഗസയുടെ വിവിധ ഭാഗങ്ങളിലും, നോർത്തേൺ ഗസയിലും സദേൺ ഗസയിലും ഒക്കെ ഇസ്രായേൽ നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ആക്രമണ പരമ്പര അത് ഇസ്രായേൽ അവസാനിപ്പിക്കാതെ ഞങ്ങൾ ചർച്ചകൾക്കില്ല, ഞങ്ങൾ ബന്ദികളെ വിട്ടുകൊടുക്കില്ല, മരിക്കേണ്ടി വന്നാലും ഞങ്ങൾ പിന്നോട്ടില്ല എന്ന് ഹമാസ് ആവർത്തിച്ച് പറഞ്ഞിരുന്നു. ആ വാദം ഇസ്രായേലിലെ ഭൂരിപക്ഷം വരുന്ന ജനങ്ങളും ഉൾക്കൊള്ളുന്നു, അല്ലെങ്കിൽ അതാണ് ശരിയെന്ന് ഈ യുദ്ധം തുടങ്ങി 1 വർഷം പിന്നിടുമ്പോൾ ഇസ്രായേൽ സമൂഹത്തിന്, ഇസ്രായേൽ ജനതയ്ക്ക് മനസ്സിലാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ഇസ്രായേലിനുള്ളിൽ ഈ വിധത്തിലുള്ള ഒരു വലിയ പ്രതിഷേധം അരങ്ങേറിയതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം 6 ബന്ദികൾ കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ട ഒരു സംഭവം ഉണ്ടായി. അതായത് റഫേൽ പരിശോധനകൾ നടത്തുകയായിരുന്നു ഇസ്രായേൽ സൈന്യം. അതിന്റെ ഭാഗമായി നിരന്തരമായ വ്യോമാക്രമണങ്ങൾ റഫേൽ അഭയാർത്ഥി കേന്ദ്രങ്ങളിലേക്കും ടെന്റുകളിലേക്കും മറ്റു പല ഭാഗങ്ങളിലേക്കും നടത്തിയിരുന്നു. അതിനൊടുവിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ തെരച്ചിലാണ് ഒരു അറയിൽ നിന്ന്, അല്ലെങ്കിൽ ഒരു ഗർത്തത്തിൽ നിന്ന് ഈ പറയുന്ന 6 ഇസ്രായേലി ബന്ദികളുടെ മൃതദേഹങ്ങൾ കണ്ടെടുക്കുന്നത്. ഈ ബന്ദികളുടെ വീഡിയോകൾ, നേരത്തെ ചിത്രീകരിച്ച വീഡിയോകൾ തൊട്ടു പിന്നാലെ ഹമാസ് പുറത്തുവിടുകയും ചെയ്തിരുന്നു. അതായത് ഇവരെ കൊന്നത് ഹമാസ് അല്ല, മറിച്ച് ഇവർ ഞങ്ങളുടെ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്നു, ഞങ്ങൾ ഇവരുടെ വീഡിയോകളൊക്കെ ചിത്രീകരിച്ച് വെച്ചതാണ്, ഇവർ ജീവനോടെ ഉണ്ടായിരുന്നവരാണ്, പക്ഷേ ഇവർ കൊല്ലപ്പെട്ടത് എപ്പോഴാണ്? ഇസ്രായേൽ റഫയിലേക്ക് കടന്നു കയറി, അല്ലെങ്കിൽ ഈ പറയുന്ന ഈ അഭയാർത്ഥി കേന്ദ്രങ്ങൾ അടക്കമുള്ളവ ശക്തമായി ആക്രമിച്ചപ്പോൾ ആ ആക്രമണത്തിന്റെ ഫലമായാണ് ഈ പറയുന്ന ബന്ദികൾ കൊല്ലപ്പെട്ടത് എന്നായിരുന്നു ഹമാസിന്റെ വാദം. എന്ന് മാത്രമല്ല, ഇസ്രായേൽ ഈ വിധത്തിൽ ആക്രമണങ്ങൾ തുടർന്നു കഴിഞ്ഞാൽ മുഴുവൻ ബന്ദികളും കൊല്ലപ്പെടുന്ന അവസ്ഥയിലേക്ക്, കൂടുതൽ ശവപ്പെട്ടികൾ ഇസ്രായേലിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടാകുമെന്ന് പോലും ഹമാസ് പറഞ്ഞിരുന്നു.
ഇതൊക്കെ ഇസ്രായേലിൽ ഉണ്ടാക്കിയിരിക്കുന്ന പ്രകമ്പനം എന്ന് പറഞ്ഞാൽ അത് അതിഭീകരമാണ്. അത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരായിട്ടുള്ള ഒരു വലിയ പ്രഹരം എന്ന നിലയിൽ, അല്ലെങ്കിൽ ഒരു വലിയ ഇമ്പാക്റ്റ് എന്ന നിലയിലാണ് മാറിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ വിധത്തിൽ ഇപ്പോൾ അൽ ജസീറയും ടൈംസ് ഓഫ് ഇന്ത്യയും ഒക്കെ പുറത്തുവിട്ട ചിത്രങ്ങളും വീഡിയോകളും ഒക്കെയാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ പറയുന്നതൊക്കെ അന്താരാഷ്ട്ര മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇസ്രായേലിന് ഒരു പ്രശ്നവുമില്ല, അതായത് ഞങ്ങളിപ്പോൾ ഇസ്രായേലിലുണ്ടല്ലോ, ഇവിടെ ഒരു പ്രശ്നവുമില്ലല്ലോ, ഞാൻ ഇന്നലെ ഇസ്രായേലിൽ നിന്നേ വന്നിട്ടുള്ളൂ, അവിടെ ഇതുവരെ ഞാനൊന്നും കണ്ടില്ലല്ലോ, നിങ്ങൾ നുണ പറയുകയാണല്ലോ എന്നൊക്കെ പല ആളുകളും വന്ന് കമന്റ് ഇടുന്നുണ്ട്. ഇവരൊന്നുകിൽ വ്യാജന്മാരായിരിക്കാം, അല്ലെങ്കിൽ വിഡ്ഢികളായിരിക്കാം. എന്തായാലും ഈ പറയുന്ന ആളുകൾ കമന്റ് ഇടുന്നത് പോലെയൊന്നുമല്ല ഇസ്രായേൽ കാര്യങ്ങൾ സംഭവിക്കുന്നത്. അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നിരന്തരമായി വീക്ഷിക്കുന്ന അല്ലെങ്കിൽ പഠിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ ഈ പറയുന്നു, ഇസ്രായേൽ സ്ഥിതിഗതികൾ അതീവ ഗുരുതരമാണ്. അവിടെ ഹിസ്ബുള്ളയുടെ നേതൃത്വത്തിൽ നിരന്തരമായ ആക്രമണങ്ങൾ ഇസ്രായേലിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും പുതിയ ചില ആക്രമണങ്ങൾ വന്നിട്ടുണ്ട്. അതിന്റെ വിശദാംശങ്ങൾ ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. എന്തായാലും ഇപ്പോൾ ഇസ്രായേലിനുള്ളിലേക്ക്, ഈ നോർത്തേൺ ഇസ്രായേൽ ഭാഗത്ത് കൂട്ടപ്പലായനം നടക്കുന്നു. അവിടെ വലിയ തോതിലുള്ള ആക്രമണങ്ങൾ ഇസ്രായേലിനുള്ളിലേക്ക് നടക്കുന്നു. ഈ ഘട്ടത്തിലാണ് ഇസ്രായേലിനുള്ളിൽ ആഭ്യന്തര കലാപം എന്ന് വിളിക്കാവുന്ന രീതിയിൽ, ആഭ്യന്തര സംഘർഷം രൂക്ഷമെന്ന് പറയാവുന്ന വിധത്തിൽ ഇത്രയും ലക്ഷക്കണക്കിന് ജനങ്ങൾ തെരുവിലിറങ്ങുന്ന സാഹചര്യം ഉണ്ടായത്. ടെല്ലവീവ് എന്ന് പറയുന്ന ഇസ്രായേലിന്റെ തലസ്ഥാനത്തു തന്നെ 5 ലക്ഷത്തോളം പേർ ഭരണകൂടത്തിനെതിരെ പ്രതികാരവുമായി പ്രതിഷേധവുമായി തെരുവിലിറങ്ങി എന്ന് പറയുമ്പോൾ അത് ഈ ബന്ദികളുടെ ബന്ധുക്കളുണ്ട്, അതുപോലെ ബന്ദികളുടെ അടുപ്പക്കാരുണ്ട്, സുഹൃത്തുക്കളുണ്ട്, അതുപോലെ തന്നെ പൊതുജനങ്ങളുമുണ്ട്. ഇത്രയും വലിയൊരു ജനസമൂഹം ഭരണകൂടത്തിനെതിരെ നിരത്തിലിറങ്ങുമ്പോൾ, തെരുവിലിറങ്ങുമ്പോൾ, ടെലവീവിൽ മാത്രം ഇത്രയും ആളുകൾ വരുന്നു. മറ്റു പല നഗരങ്ങളിലും സമാനമായ സ്ഥിതിവിശേഷം തുടർന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇസ്രായേലിന്റെ അവസ്ഥ അതിഭയാനകമാണ്. എന്ന് മാത്രമല്ല, ഇവർ പറയുന്ന ആശയങ്ങൾ, അല്ലെങ്കിൽ ഇവർ മുന്നോട്ട് വയ്ക്കുന്ന മുദ്രാവാക്യം എന്ന് പറയുന്നത് ഹമാസ് കഴിഞ്ഞ 1 വർഷമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതേ കാര്യമാണ്. അതായത് ഹമാസിന്റെ അതേ വാദങ്ങൾ നിരത്തിക്കൊണ്ട് ഇസ്രായേലിലെ ജനങ്ങൾ തെരുവിലിറങ്ങുന്നു എന്ന് പറയുമ്പോൾ അത് ഹമാസിനുള്ള പരോക്ഷ പിന്തുണയാണ്. ഹമാസിന് വേണ്ടി എന്ന് പറയാവുന്ന വിധത്തിൽ, അതായത് ഹമാസ് പറയുന്ന അതേ കാര്യം നടപ്പാക്കൂ ഇസ്രായേൽ പ്രധാനമന്ത്രി എന്ന് ഇസ്രായേലിലെ ജനങ്ങൾ പറയുമ്പോൾ അവർ വാദിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഹമാസിന്റെ ആശയങ്ങൾക്ക് വേണ്ടിയാണ്. അവർ പറയുന്ന ഈ ഹമാസ് മുന്നോട്ട് വയ്ക്കുന്ന യുദ്ധവുമായി ബന്ധപ്പെട്ട, വെടിനിർത്തലുമായി ബന്ധപ്പെട്ട, ബന്ദികളെ കൈമാറുന്നതുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ, അല്ലാതെ ഹമാസിന്റെ പരിപൂർണമായ ആശയങ്ങളല്ല, മറിച്ച് ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഹമാസ് മുന്നോട്ട് വയ്ക്കുന്ന അതേ ആശയങ്ങൾ, വെടിനിർത്തലുമായി ബന്ധപ്പെട്ട്, ബന്ദി കൈമാറ്റവുമായി ബന്ധപ്പെട്ട് ഹമാസ് പറയുന്ന അതേ ആശയങ്ങൾ തന്നെയാണ് ഈ പറയുന്ന ജനസമൂഹവും മുന്നോട്ട് വയ്ക്കുന്നത് എന്നത് ഇസ്രായേൽ പ്രധാനമന്ത്രിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ പ്രഹരമാണ്. പക്ഷേ ഇതിനെയും അടിച്ചൊതുക്കാനാണ് ഇസ്രായേൽ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നിർദ്ദേശപ്രകാരം സൈന്യവും പോലീസും ഈ പറയുന്ന പ്രതിഷേധക്കാരെ കായികമായി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ലാത്തി ചാർജുകൾ ഉണ്ടാകുന്നുണ്ട്. അതിനുശേഷം നിരവധി ആളുകളെ ജയിലിലിടുന്നുണ്ട് ഈ പ്രതിഷേധം നടത്തിയതിന്റെ പേരിൽ. അല്ലാതെ ഈ പ്രശ്നം പരിഹരിക്കാമെന്നുള്ള ഉറപ്പോ ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചകളോ ഒന്നുമല്ല അവിടെ നടക്കുന്നത്. കൂടുതൽ ആളുകളെ അറസ്റ്റ് ചെയ്യുന്നു, തടങ്കലിൽ വെക്കുന്നു, പ്രതിഷേധക്കാരെ സൈന്യവും പോലീസും ഒന്നിച്ച് ലാത്തി ചാർജ് ചെയ്യുന്നു, അവരെ തുരത്തി ഓടിക്കുന്നു. അങ്ങനെ താൻ വിചാരിക്കുന്നതെല്ലാം അതുപോലെ നടക്കണം. അതിനെതിരെ വരുന്നവരാരായാലും, സ്വന്തം രാജ്യത്തെ ജനങ്ങളായാലും അവരെ തല്ലി ഒതുക്കുക എന്ന ഒരു നിലയിലേക്ക് ഇസ്രായേൽ പ്രധാനമന്ത്രി നീങ്ങുന്നു എന്ന് പറയുമ്പോൾ എത്രയോ ഗുരുതരമായ സ്ഥിതിവിശേഷമാണ് ഇസ്രായേൽ പ്രധാനമന്ത്രിയും ഭരണകൂടവും അഭിമുഖീകരിക്കുന്നത് എന്ന് വ്യക്തമായി പറയാം. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് വലിയ സമ്മർദ്ദമായിരിക്കുന്നത് ബെൻ ഗിവറിനെ പോലെയുള്ള അവിടുത്തെ കടുത്ത സയനിസ്റ്റ് വലതുപക്ഷ ചിന്താഗതിക്കാരായുള്ള തീവ്ര നിലപാടുകാരായിട്ടുള്ള മന്ത്രിമാരാണ്. അവർ പിന്തുണ പിൻവലിച്ചാൽ നെതന്യാഹുവിന്റെ സ്ഥാനം നഷ്ടപ്പെടും, ആ ഭരണകൂടം തന്നെ ഇല്ലാതാകും, ആ സർക്കാർ തന്നെ പിരിച്ചുവിടപ്പെടും. പിന്നീട് ഉണ്ടാകുന്ന തെരഞ്ഞെടുപ്പിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ബെഞ്ചമിൻ നെതന്യാഹുവിന് 7 അയലത്തെത്താൻ കഴിയില്ല എന്ന് മാത്രമല്ല, ബെഞ്ചമിൻ നെതന്യാഹു പഴയ അഴിമതി കേസിൽ കുടുങ്ങുകയും പ്രോസിക്യൂട്ട് ചെയ്യപ്പെടുകയും ശിക്ഷിക്കപ്പെടുകയും ചെയ്യും. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം ഇല്ലാതാക്കാനാണ് ഈ യുദ്ധമുഖത്ത് നിന്നുകൊണ്ട് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഈ വിധത്തിൽ നീക്കങ്ങൾ നടത്തുന്നത് എന്ന് നേരത്തെ തന്നെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ജനങ്ങൾ ഈ വിധത്തിൽ പ്രതിഷേധിക്കുമ്പോൾ ഹമാസിന്റെ ഒരു വലിയ വിജയം എന്ന നിലയിൽ പോലും അത് ഹമാസിന് കാണാൻ സാധിക്കും. കാരണം ഇസ്രായേലിലെ ജനങ്ങൾ തന്നെ തങ്ങൾ പറയുന്ന ആശയങ്ങൾ ആവർത്തിച്ച് പറയുന്നു എന്ന് പറയുമ്പോൾ ഹമാസ് നടത്തിയിട്ടുള്ള നീക്കങ്ങൾ ഇസ്രായേലിൽ പോലും വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇസ്രായേൽ ഭരണകൂടം വെള്ളം കുടിക്കുകയാണ്. ഒരു രക്ഷയുമില്ലാത്ത അവസ്ഥയിലേക്ക് നെതന്യാഹുവും ഭരണകൂടവും ഇസ്രായേലും മാറിക്കൊണ്ടിരിക്കുന്നു എന്നത് വ്യക്തവുമാണ്.